ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിതാ ഞാൻ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. 2 ടൈപ്പുള്ള പുഡിങ്ങാണ്. നമ്മളിപ്പോൾ തുടക്കത്തിൽ കാണിച്ച ആ ഒരു പാക്കറ്റും ഉണ്ട്, കാരമൽ ഇതുകൊണ്ട് ഒരു ടൈപ്പുള്ള പുഡിങ്ങല്ല നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത്. എന്നാൽ അതുകൊണ്ട് വ്യത്യസ്ത രീതിയിൽ ഇന്ന് വരെ ആരും ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഒന്നല്ല 2 റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ ഞാനിതാ ഇവിടെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം ഇത് ഒരു പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കറ്റ് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ പൊടി കൊണ്ട് നമുക്ക് ഈ ഒരു പാലിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഇത് തന്നെ, പക്ഷെ അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം കൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ആകെ മാറുന്നു. ഇതൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ആ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ചും കൂടെ മധുരത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലിട്ട പൊടിയും കണ്ടൻസ് മിൽക്കും നന്നായി മിക്സ് ആക്കിയ ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ആ ഒരു ഗ്യാപ്പിൽ നമുക്കിത് ബ്രെഡ് ആവശ്യമുണ്ട്. ആ ഒരു ബ്രെഡും കൂടി ഒന്ന് കട്ട് ചെയ്യാം, സൈഡെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് ബ്രെഡിൻ്റെ പീസ് കൂട്ടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പാലും നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത ബ്രെഡ് നമ്മൾ സെറ്റ് ചെയ്യുന്ന പുഡിംഗ് പാത്രത്തിലോട്ട് നിരത്തി വെക്കാം. നല്ല ഈസിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ, ആകെ ചെറിയൊരു പണിയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു മിക്സ് ഇതിലേക്ക് ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചൂട് ആറാൻ പാടില്ല, ചൂടോട് കൂടി ഒഴിച്ചെങ്കിൽ ആ ഒരു ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ബ്രെഡ് വേറെയും ഈ ഒരു പുഡിങ് വേറെയും അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു ബ്രെഡിൻ്റെ ഫീല് വരും. ഇങ്ങനെ ആകുമ്പോൾ ബ്രെഡ് ഉണ്ട് എന്നുള്ള ഒരു മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ അത് എല്ലാം റെഡിയാക്കിയ ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെക്കണേ. ഇനി നമുക്ക് ആവശ്യം വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫ്രഷ് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ആയാലും മതി. അപ്പോൾ 1 ടേബിൾ സ്പൂൺ എന്നുള്ളത് നിങ്ങൾക്ക് മധുരത്തിന് അനുസരിച്ചിട്ട് കൂടുതൽ എടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഒന്ന് മാത്രമാണെങ്കിലും എടുക്കാം. അപ്പോൾ 1/2 കപ്പ് കണ്ടൻസ് മിൽക്കും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് ഫ്രഷ് ക്രീമും ആയിട്ടാണ് ഇതിലേക്ക് ഇട്ടത്. ഇതിനെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ തന്നെ മതി, ഓവറായിട്ട് തിക്കായിട്ട് വരണമെന്നൊന്നുമില്ല. ഇനി നമ്മൾ ഈ ഒരു പുഡിംഗ് ട്രേയിൽ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഫ്രിഡ്ജിലെല്ലാം വെച്ച് നല്ല സെറ്റായിട്ട് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്നും വേറൊന്നും പണിയില്ല, ഇതുപോലെ നന്നായി നിരത്തി വെക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീമിൽ ഇതിലിട്ടതിന് ശേഷം ഒന്ന് ലെവലാക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിൽ കിട്ടിയ വേറെ ഒരു ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ കാരമലിൻ്റെ, ആ ഒരു കാരമലിൻ്റെതും നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഡെക്കറേഷൻ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് സിഗ്സാക്ക് പോലെ അങ്ങനെ ആക്കിയെടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ കഴിവിനനുസരിച്ച് നമുക്ക് അറിയുന്ന പോലെ ഒരു മാറ്റം വരുത്താം ഇതിലേക്ക്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിലൊന്ന് സെറ്റായി വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരമൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവില്ല. ഈ ഒരു രീതിയിലും കൂടി ആക്കിയപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ കാരമൽ കൊണ്ട് വേറൊരു റെസിപ്പിയും കൂടി നോക്കാം. ഈ പുഡിങ് 3 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ ശരിയാക്കാൻ വേണ്ടി ഞാനിവിടെ ബട്ടർ ആണ് എടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പാനിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്യാം. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് മെൽറ്റ് ചെയ്യാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. 5 പീസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് 5 പീസ് എടുത്ത് നിങ്ങൾ പുഡിങ് ട്രേൻ്റെ സൈസിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ അത് നന്നായി പൊടിച്ച ശേഷം നമുക്കൊരു വലിയ ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ബ്രെഡൊക്കെ ഈ ഒരു സൈസിൽ പൊടിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടറും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് കൈ കൊണ്ട് തന്നെ നന്നായി മിക്സാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായി മിക്സാക്കി എടുക്കണം.
നന്നായി മിക്സ് ആക്കിയ ശേഷം നമ്മുടെ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് വരുന്നത്. ഇനി ഇതൊന്ന് ലെവലാക്കി എടുത്ത ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്പൂൺ കൊണ്ടോ ഇതുപോലുള്ള പാത്രം കൊണ്ടോ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ബ്രെഡാണ് ഉപയോഗിച്ചത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കേക്കോ ബിസ്ക്കറ്റോ അങ്ങനെ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതുപോലെ പൊടിച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ഇനി ഇതിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്കൊരു ക്രീമാണ് ആക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആ ഒരു കപ്പിൽ തന്നെ 3 കപ്പ് അളന്നിട്ട് ഒഴിച്ചതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഒഴിച്ചെടുക്കാം. ഇനി 1/4 ടിന്ന് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനെല്ലാം കൂടി നന്നായി മിക്സാക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് 2 ട്രേയിൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ 2 ട്രേയിലാണ് പുഡിംഗ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ രണ്ടാമത്തെ ലെയറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി ആ കട്ടയെല്ലാം ഇളകിയ ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഒന്ന് ഇത് കുറുക്കിയെടുക്കാം. നല്ലോണം കുറുക്കിയിട്ടും കിട്ടണം. അപ്പോൾ നമ്മുടേത് ലൂസായിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ വെള്ളത്തിലോ പാലിലോ ഒന്ന് കലക്കി ഇതിലേക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ നല്ല കുറുകിയിട്ട് കിട്ടണം. അപ്പോൾ പകുതി കുറുകിയ ശേഷം ഞാനിതിലേക്ക് കുറച്ചും കൂടെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമ്മൾ 1/4 ടിന്നാണ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറവായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സെക്കൻഡ് ലെയറിൻ്റെ ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഫ്ലെയിം ഓഫാക്കാം. നല്ല കുറുകിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും കുറുകിയാൽ മതി. ഇതിന് ഫ്ലെയിം ഓഫാക്കുന്ന സമയത്ത് ഒന്നും കൂടെ കുറുകിയിട്ടുണ്ടാവും. ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടെ കുറുകിയിട്ടുണ്ടാവും. അതായത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത്രയും ഒന്ന് കട്ടിയായിട്ട് നിൽക്കണം, അത്ര തന്നെ. അപ്പോൾ ഇതൊന്നുകൂടി ചൂടാറുമ്പോൾ നല്ല ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റാവുന്ന സമയത്ത് ഒന്നും കൂടെ കട്ടിയായിട്ട് വരും. ഇനി നമ്മൾ ഈ ഒരു ക്രീം ബ്രെഡിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തതാണ്. ഇനി നമ്മൾ ഈ ഒരു ക്രീം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ല ലെവലാക്കി എടുക്കണം. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ ഇത് ഒഴിക്കേണ്ടതാണ്. എന്നിട്ട് ഒന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് തടിയിൽ നമ്മൾ ഒഴിക്കേണ്ട, ഒരു തിന്നായിട്ടുള്ള ഒരു ലെയറാണ് നമുക്കിത് വേണ്ടത്. എന്നിട്ട് ഒന്ന് സ്പൂണോട് ഒന്ന് ലെവലാക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ബിസ്ക്കറ്റാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തത് ക്രാക്കർ ബിസ്ക്കറ്റാണ്. നിങ്ങൾക്ക് ഇനി പ്ലെയിനായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇതിലൊന്നും വെക്കാതെ ഡയറക്റ്റായിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ക്രാക്കർ ബിസ്ക്കറ്റാണ് എടുക്കുന്നത്. ബിസ്ക്കറ്റ് എടുക്കുന്നെങ്കിൽ ക്രാക്കർ ബിസ്ക്കറ്റ് തന്നെ എടുക്കാൻ നോക്കാം. അത് ഇന്ന് നന്നായി ഇതുപോലെ സെറ്റാക്കി എടുക്കാം. ബിസ്ക്കറ്റൊക്കെ വെച്ച് റെഡിയായതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഒന്ന് സെറ്റാകുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് ലെയർ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ലെയറാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു പുഡിങ്ങിന്. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ട് തന്നെ, കുറച്ച് കട്ടിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാലെടുക്കുകയാണ്. അപ്പോൾ ഒരു പാനിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 4.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു പുഡിങ് കാരമൽ പുഡിങ്ങാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാൽ എടുത്തിട്ടുണ്ടത്. ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാരമൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉള്ള ആ ഒരു കാരമലല്ല, നമ്മൾ പാക്കറ്റിലൊക്കെ കിട്ടുന്ന ആ കാരമലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള ക്രീമും പൗഡറും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. 2 പാക്കറ്റിനനുസരിച്ചിട്ടുള്ള പാൽ എടുക്കണം. അപ്പോൾ ആ ഒരു പാക്കറ്റിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് എത്ര പാലാണ് നമുക്ക് ആവശ്യം എന്നുള്ള ആ ഒരു കണക്കിലാണ് ഞാനിവിടെ പാലെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കാരമൽ ഈ ഒരു പാലിലോട്ട് തന്നെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതിൽ കിട്ടുന്ന ആ ഒരു പാക്കറ്റും കൂടി ഇതേ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കുറച്ച് കട്ടയെല്ലാം ഉണ്ടാവും. നമ്മൾ കാരമലും കൂടി ഒഴിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു കട്ടയാണ് അടിയിൽ കിട്ടുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഒരു പാക്കറ്റാണ് നമ്മുടെ അടുത്ത്, പിന്നെ ഒരു പാക്കറ്റും കൂടി ഉണ്ട്, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഇട്ടാൽ തന്നെ നമ്മുടെ പാല് നല്ല കുറുകിയിട്ട് കിട്ടും. എന്നാലും നമുക്ക് ആ ഒരു തിക്നെസ് പോലെ ഒന്നും കൂടി കട്ടിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ കോൺഫ്ലവർ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പാക്കറ്റിൽ പറയുന്നതിനേക്കാളും 1/2 കപ്പ് പാല് അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാക്കറ്റിൽ പറയുന്നതിനേക്കാളും 1/2 കപ്പാണ് ഞാൻ കൂടുതലെടുത്ത്. എന്നിട്ട് നമുക്ക് നന്നായി മിക്സാക്കി എടുത്ത ശേഷം ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ചെയ്യുന്ന ആ സമയത്ത് കുറച്ച് ലൂസിലാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഈ കോൺഫ്ലവർ ഇട്ടത് കൊണ്ട് നമുക്കൊരു കട്ടിയായിട്ട് കുറച്ച് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ട് കിട്ടും. ഓവർ കുറുകിയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്കിത് വേണ്ടത്. ഇനി ഇത് നന്നായി ഇളക്കിയെടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചിട്ട് ശ്രദ്ധിക്കണം. ഒന്ന് നന്നായി ഇളക്കിയെടുത്ത ശേഷം നമ്മളിത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കാനുണ്ട്. നമ്മളിത് കാരമലിൻ്റെ മധുരം മാത്രമാണ് ഇതുള്ളത്. അപ്പോൾ അത് പോരാ, നമ്മൾ ഇതിലിനി കോഫി പൗഡറും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഇതിൻ്റെ മധുരം കുറയും. പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നത് കൊണ്ട് കുറച്ചും കൂടെ ഷുഗർ കുറഞ്ഞിട്ട് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം 5 ടേബിൾ സ്പൂണോളം ഞാൻ മധുരം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സാക്കി കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കോഫി പൗഡർ നമുക്ക് ചേർക്കാം. അപ്പോൾ കൂടുതൽ ചേർക്കേണ്ട, നമ്മുടെ കോഫീൻ്റെ ആ ഒരു സ്മെല്ല് കൂടുതലായിട്ട് വരും. അതുകൊണ്ട് തന്നെ കോഫി കഴിയുന്നതും കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ 1 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നല്ല കുറുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം. കോൺഫ്ലവറെല്ലാം മിക്സാക്കിയത് കൊണ്ടാണ് നമുക്ക് ഇത്രയും കുറുകിയിട്ട് കിട്ടുന്നത്. നമ്മൾ കോൺഫ്ലവർ ഒഴിവാക്കിയിട്ടാണെങ്കിൽ നമുക്ക് ഇത്രയും കുറുകിയിട്ടുണ്ടാവില്ല, കുറച്ചും കൂടെ ലൂസിലുണ്ടാവും. നമ്മൾ സാധാരണ കാരമൽ പുഡിങ് ചെയ്യുന്ന ആ ഒരു രീതിയിലുണ്ടാവും. അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ പകുതി സെറ്റായിട്ടുണ്ട്, നല്ല ഉറച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മുടെ ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കാരമൽ പുഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പുഡിംഗ് ആണല്ലോ. നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണല്ലോ നമ്മുടെ ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങിയിട്ടുണ്ടാക്കുന്ന. അപ്പോൾ ആ ഒരു പൗഡറിനെ കൊണ്ട് ഇതുപോലെയുള്ള ഒരു പുഡിംഗ് ഉണ്ടാക്കി നോക്കി. നല്ല കിട്ടു ടേസ്റ്റ് തന്നെ, സൂപ്പർ ടേസ്റ്റ്. വെറുതെ പറയുന്നല്ല, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾക്ക് പാർട്ടിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇതിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് എല്ലാം ഒഴിച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പുഡിങ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്യണേ. എനിക്ക് പുഡിങ് ഉണ്ടാക്കാൻ വളരെ ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് പുഡിങ് ഇങ്ങനത്തെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ മക്കൾക്കും ഇത് നല്ല ഇഷ്ടമാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇത് സെറ്റാക്കി എടുത്ത ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. 2 മണിക്കൂറിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഞാനിതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ചോക്ലേറ്റ് ആണിത്. ന്യൂട്ടെല്ല ഒന്ന് സിറിഞ്ചിൽ എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഡെക്കറേഷൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് പ്ലെയിനായിട്ട് കാണുമ്പോൾ ഇത് അപ്പോൾ ഞാനൊന്ന് മാറ്റി ഇതുപോലെ ചെയ്തെടുത്തത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള എന്ത് ഡെക്കറേഷൻ ഇതിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് കൂടുതൽ ലെങ്ത് തന്നെ ആയിട്ടുണ്ട്, കുറച്ച് കൂടുതൽ പറയാനുണ്ട്. നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞെങ്കിലല്ലേ നിങ്ങൾക്കും ഉണ്ടാക്കുമ്പോൾ സംശയമൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത്. അപ്പോൾ ഇത് ഈ ഒരു ഒന്നിലിങ്ങനെയും ഒന്നിൽ സിഗ്സാക്സ് പോലെ അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പുഡിങ്ങെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് എടുത്തിട്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. നമ്മൾ കോൺഫ്ലവർ ഇട്ടതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ കോൺഫ്ലവർ ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു പുഡിങ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു മോൾഡിൽ ഒഴിച്ചിട്ട് അങ്ങനെ സെർവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ കോൺഫ്ലവർ ഇട്ടത്. കുറച്ച് നമുക്കിത് പാർട്ടിക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ടാണല്ലോ സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ കോൺഫ്ലവർ ഇടേണ്ട ഒരു മസ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ യമ്മി ഒരു ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിലയേറിയ അഭിപ്രായം എന്നെ അറിയിക്കണേ.
അപ്പോൾ ഇതുപോലുള്ള ഇനി വേറെ എന്തെങ്കിലും പുഡിങ്ങോ ഏത് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണേ. ഇനി അതും കൂടി ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി പുതിയതായി വന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.